ഈ ബദർ നടന്നത് മാസമാണ് റമദാൻ. ബദർ നടന്ന മാസമാണ് റമദാൻ. ഒരു കാലക്കേട് എടുത്തിട്ട് ആ കാലക്കേട് ഒരു ചീള് കൊണ്ട് അവർ നോമ്പ് മുറിച്ച് മറു ചീളെന്തെയും അവർ സൂക്ഷിച്ചു വെച്ചിട്ട് ആ പിന്നെ ഒരു ചീള് കൊണ്ട് അവർ അത്താഴം കഴിച്ചിട്ട് മറു ചീള് കൊണ്ട് എന്തെയും നോമ്പ് മുറിച്ച് പകൽ സമയം യുദ്ധം ചെയ്ത് അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചവരാണ് സുഹാബത്ത്. അത്രത്തോളം അവർ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലെ. ഈ ബദർ ബദരികൾ നമ്മൾ സ്നേഹിക്കേണ്ടവരാണ്, ആദരിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്. അവർ ഈ ആദർശത്തിന് വേണ്ടി ജീവിച്ച് പോരാടി ഷഹീദായവർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് അവിടെ മരണപ്പെട്ടവരെയാണ് ബദർ ശുഹദാക്കൾ എന്നറിയപ്പെടുന്നത് അല്ലെ. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തെന്ന് ആലോചിക്കുക. റമദാൻ 16-17 ആകുമ്പോ നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്താണ്? ഏതൊരു മാർഗത്തിലാണോ ബദരികൾ ജീവിച്ചത്, ഏതൊരു മാർഗത്തിലാണോ ബദരികൾ മരണപ്പെട്ടത്, അതിന് കടകവിരുദ്ധമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരവസ്ഥയാണ് മുസ്ലിം ഉമ്മത്തിൽ ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. റമദാൻ 16-17 ആകുമ്പോ പ്രത്യേകമായ ആചാരങ്ങൾ, പ്രത്യേകമായ വിശ്വാസങ്ങൾ, പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ അന്നത്തെ ദിനരാത്രങ്ങളിൽ ബദർ മൗലൂദ് പാരായണം ചെയ്യുകയാണ്. പള്ളികളിൽ ആളുകൾ സജീവമാവുകയാണ്. അന്ന് പ്രത്യേകമായ റാത്തിബുകൾ, അന്ന് പ്രത്യേകമായ ദിക്റുകൾ, അന്ന് പ്രത്യേകമായ സ്വലാത്തുകൾ, അന്ന് പ്രത്യേകമായ ഈ പറഞ്ഞ ബദർ മൗലൂദ്, അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള പ്രത്യേകമായ ഹലക്കകൾ സംഘടിപ്പിച്ച് പ്രത്യേകമായ ദുആകൾ നടത്തിയിട്ട് അന്ന് പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ട് അത് കഴിച്ച് ആ രൂപത്തിൽ ആചരിക്കുന്ന സംവിധാനം, ആഘോഷം നമ്മുടെ നാടുകളിലെല്ലാം സജീവമായി കണ്ടുവരുന്നു. ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഈ ബദരീങ്ങളുടെ ആണ്ടുമായിട്ട് ഇസ്ലാമിന് എന്ത് ബന്ധമാണുള്ളത്? ഒന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ബദരീങ്ങളെ ആണ്ടാഘോഷിക്കുന്നവർ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആണ്ടാഘോഷിക്കുന്നില്ല. ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ആണ്ട് ആഘോഷിക്കുക, ആചരിക്കുക എന്നുള്ളത് ഇസ്ലാം ആകുമായിരുന്നുവെങ്കിൽ, ഇസ്ലാമിന് അതുമായിട്ട് വല്ല ബന്ധമുണ്ടാകുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ആണ്ട് നമുക്ക് ആചരിക്കാമായിരുന്നു. ഇത് ചില ആളുകളുടെ മാത്രം ആചരിക്കാം, ചില ആളുകൾ ആചരിക്കാതിരിക്കാം. ബദരീങ്ങളുടെ ആണ്ട് ആചരിക്കുന്നു, എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ആണ്ട് ആചരിക്കുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, മൗലിദുൻ നബി ആഘോഷിക്കുന്നു. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ബദരീകൾ ജനിച്ച ദിവസമാണ്, ഇതാ ബദരീങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന പേരിൽ ഒരു ആഘോഷം നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ ഇങ്ങനെ? ചില ആളുകളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ചില ആളുകളുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അതിന്റെ കാരണം അത് ഇസ്ലാമിൽ തെളിവില്ലാത്ത വിഷയമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ടു പോയവരാണല്ലോ ബദർ ശുഹദാക്കൾ. ഈ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു റമദാനിൽ ഇന്ന് ബദർ യുദ്ധം നടന്ന ദിവസമാണ്, ബദരീങ്ങളുടെ ആണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ആചരിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും റസൂലുള്ളാഹിന്റെ ഒരു ഖൗല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫിഅലി, ഒരു മൗനാനുവാദമെങ്കിലും, ഒരു തഖ്രീർ. എന്താണ് തഖ്രീർ എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹിന്റെ ചാരത്തിരുന്നിട്ട് ഉടുമ്പിന്റെ മാംസം സഹാബത്ത് കഴിക്കുമ്പോ അത് കഴിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞില്ല, അത് കഴിക്കണ്ട എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അതിനെയാണ് തഖ്രീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബദരീങ്ങളുടെ ആണ്ടിന്റെ ദിവസം അഥവാ റമദാൻ 16-17 ദിവസങ്ങളിൽ ഇന്ന് ബദരീങ്ങളുടെ ആണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷം ആചരിച്ചിട്ട്, പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനം സമ്മതം കിട്ടിയ ഏതെങ്കിലും ഒരു സാഹചര്യം ഇസ്ലാമിൽ തെളിവായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലട്ടോ. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലില്ല, സ്വഹാബത്തിന്റെ ജീവിതത്തിലില്ല അങ്ങനൊരു ആചാരം, അങ്ങനൊരു അനുഷ്ഠാനം ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയില്ല. റമദാൻ മാസത്തിൽ നാം എടുത്ത നോമ്പുകളെ നിഷ്ഫലമാക്കി കളയുന്ന പ്രവർത്തനം, റമദാൻ മാസത്തിൽ നാം ചൊല്ലിയ ദിക്റുകൾ, റമദാൻ മാസത്തിൽ നാം ഓതിയ ഖുർആനിന്റെ വരികൾ, റമദാൻ മാസത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഖദിന്നാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ.
അത്തരം ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹു ചിതറിയ ധൂളികളെ പോലാക്കി തീർക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്, ബിദ്അത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കുല്ലു ബിദ്അത്തും ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ വഴികേടുകളും ബിദ്അത്തുകളാണ് എന്ന് റസൂലുള്ളാഹ്. ഇതെല്ലാം നരകത്തിലേക്കുള്ളതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.